ഹായ് മക്കളെ, അനഗംസ് ആണ്. മക്കളെ, ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് എങ്ങനെയാണ് പോപ്പുലർ മൂവ്മെന്റ്സ് കടന്നു വന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1970 കാലഘട്ടങ്ങളിൽ ഒരുപാട് സോഷ്യൽ ഓർഗനൈസേഷൻസ് ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്? നിലവിലുള്ള ഗവൺമെന്റ് അവരുടെ ആഗ്രഹങ്ങളും ഡിമാൻഡ്സും നീഡ്സും ഒന്നും ഫുൾഫിൽ ചെയ്യുന്നതാണ് ജനങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങി. സോ എങ്ങനെയെങ്കിലും അവർ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ. ഗവൺമെന്റ് എന്തായാലും അത് നടത്തി തരുന്നില്ല. സോ ഗവൺമെന്റിനെ കൊണ്ട് ഈ ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ചില ഓർഗനൈസേഷൻസ് തീരുമാനിക്കുന്നു. അങ്ങനെ ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് പോപ്പുലർ മൂവ്മെന്റ്സ് കടന്നു വരികയാണ്. ഒരുപാട് പോപ്പുലർ മൂവ്മെന്റ്സ് റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ചിപ്കോ മൂവ്മെന്റ്, ആന്റി അറാക്ക് മൂവ്മെന്റ്, ഭാരതീയ കിസാൻ യൂണിയൻ, നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം, റൈറ്റ് ടു ഇൻഫോർമേഷൻ, അത് റിലേറ്റ് ചെയ്ത് നടന്ന മൂവ്മെന്റ്സ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, ദളിത് പാന്തേഴ്സ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ്. ഈ ഒരു ചാപ്റ്ററിലുള്ള മൂവ്മെന്റ്സുകളാണ്. സോ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷയ്ക്ക് വന്ന ഒന്നാണ് നമ്മളെ ചിപ്കോ മൂവ്മെന്റ്. ഈ ഒരു ചോദ്യം ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കും, എന്താണ് ചിപ്കോ മൂവ്മെന്റ് എന്ന് പറഞ്ഞ് നമ്മളോട് ചോദിക്കും. പക്ഷേ ഇപ്പം മാറി വരുന്ന പാറ്റേൺ അനുസരിച്ച് ഡയറക്റ്റ് ആയിട്ട് എന്താണ് ചിപ്കോ മൂവ്മെന്റ് എന്ന് ചോദിക്കില്ല. അത് ഏതൊരു വ്യക്തിക്കും ഏത് കുട്ടികൾക്കും പെട്ടെന്ന് കണ്ടാൽ നമുക്ക് ആൻസർ ചെയ്യാലോ. പക്ഷേ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. പലരും ചിപ്കോ മൂവ്മെന്റ് എന്താണെന്ന് കാണാണ്ട് അങ്ങോട്ട് പഠിച്ചു പോകും. പരീക്ഷയ്ക്ക് എഴുതുന്ന രീതിയിലാണ് നമ്മൾ ഇതുവരെ പോയത്. പക്ഷേ ഇനി അങ്ങോട്ട് ചിപ്കോ മൂവ്മെന്റ് ചോദിക്കുന്ന രീതിയിൽ മാറ്റം വരും. എങ്ങനെയാണ് ആ ചോദ്യം ചോദിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊരു എൻവയോൺമെന്റ് മൂവ്മെന്റ് ആണ് അല്ലേ? അപ്പം എങ്ങനെ ചോദ്യം വരും നമ്മളടുത്ത്? എൻവയോൺമെന്റ് മൂവ്മെന്റ്, ഇന്ത്യയിൽ നടന്ന ഏതെങ്കിലും എൻവയോൺമെന്റ് മൂവ്മെന്റിനെ കുറിച്ച് എഴുതാൻ ചോദിക്കും. ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താ വരിക? റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എൻവയോൺമെന്റ് മൂവ്മെന്റ് ഒന്നും പഠിച്ചിട്ടില്ല. ഒരു മൂവ്മെന്റിന്റെയും ഹെഡിങ്ങിൽ ഇത് എൻവയോൺമെന്റ് മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത് നമ്മൾ ആൻസർ ചെയ്യുക? അധിക ടൈമും 5 മാർക്കിനും അതേപോലെ 10 മാർക്കിന്റെ SC ഒക്കെ 8 മാർക്കിന്റെ SC ഒക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് ഇത് ചോദിക്കാം. 5-8 മാർക്കൊക്കെ വരുന്ന സമയത്ത് അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മാർക്ക് പോകില്ലേ? അപ്പം നമുക്ക് എങ്ങനെ അത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും? ഈ എൻവയോൺമെന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നതാണ് മക്കളെ നമ്മുടെ ചിപ്കോ മൂവ്മെന്റും നർമ്മദ ബച്ചാവോ ആന്തോളനും. ചില സമയങ്ങളിൽ ഒന്നേ ചോദിക്കുള്ളൂ, ചില സമയത്ത് നമ്മളോട് 2 എൻവയോൺമെന്റ് മൂവ്മെന്റ് ചോദിക്കും. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ചിപ്കോ മൂവ്മെന്റ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചിപ്കോ മൂവ്മെന്റിനെ കുറിച്ചാണ്. ഈ ഒരു മൂവ്മെന്റ് നടന്നത് 1970കളിലാണ് മക്കളെ, ഉത്തരാഖണ്ഡിലാണ്. അവിടുത്തെ ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടുത്തെ ജനങ്ങളെല്ലാവരും രംഗത്ത് വന്നൊരു മൂവ്മെന്റ് ആണ് ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അവിടുത്തെ വനവാസികൾക്ക്, അതായത് വില്ലേജിലെ ആളുകൾക്കായിരുന്നു ആ ഒരു ഫോറസ്റ്റിലെ റിസോഴ്സസ്, ലൈക്ക് നമ്മളെ ഈ വിറകുകളൊക്കെ അല്ലേ, വിറകുകൾ കൊണ്ടാണ് അവരെന്ത് ചെയ്യുക, ഭക്ഷണം പാകം ചെയ്യുക, അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് അവർ ഉപയോഗിച്ചു പോന്നിരുന്നത്. ഈ ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പെട്ടെന്നൊരു നിമിഷം എന്ത് പറയാ, ഗവൺമെന്റ് ഒരു ഓർഡർ വരികയാണ്, ഫോറസ്റ്റിന്ന് ഒരു കാര്യങ്ങളും, ഒരു വിറക് കൊള്ളി പോലും ആരും എടുക്കരുത്, വില്ലേജിലെ ആളുകൾ ആരും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമം വരുന്നു. ആ സമയത്ത് തന്നെ ഗവൺമെന്റ് അപ്രൂവൽ കൊടുക്കുകയാണ്. എന്ത്? ഒരു സ്പോർട്സ് കമ്പനിക്ക് അവരുടെ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി മരങ്ങൾ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും. ആരാണ്? ഗവൺമെന്റ് തന്നെയാണ് ഈ ഓർഡർ കൊടുക്കുന്നത്. അപ്പൊ വില്ലേജിലെ ആളുകൾ ചിന്തിക്കുക, ഇവിടെ ജനിച്ചു വളർന്ന് നമുക്ക് ആ ഫോറസ്റ്റിൽ യാതൊരു റൈറ്റ്സും കാര്യങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ എന്തുകൊണ്ട് പുറത്തു നിന്ന് വന്നിട്ടുള്ള ഒരാളുകൾക്ക്, ഒരു സ്പോർട്സ് കമ്പനിക്ക് ആ ഒരു സ്ഥലത്തെ മരങ്ങളും കാര്യങ്ങളൊക്കെ വിട്ടു നൽകുന്നു? അങ്ങനെ ഇത് ജനങ്ങൾക്ക് എന്ത് ചെയ്തു? അവർക്ക് ദേഷ്യവും പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവരുടെ ആ ഒരു ഇമോഷൻ അവരെ സ്വന്തമായി കണ്ടിരുന്ന അവരുടെ ഫോറസ്റ്റ് മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുക, വെട്ടി നശിപ്പിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ജനങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, പ്രൊട്ടസ്റ്റ് നടത്താൻ തുടങ്ങി, ഇതിനെതിരെ പ്രക്ഷോഭങ്ങൾ നടത്താൻ തുടങ്ങി. യൂഷ്വലി പണ്ട് കാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ ആണുങ്ങൾ മാത്രമേ ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്ന രീതിയിൽ വരികയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആദ്യമായിട്ട് സ്ത്രീകൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമാകുന്നു. അവരെല്ലാവരും, സ്ത്രീകളും കുട്ടികളും എല്ലാവരും മരത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മരത്തെ കട്ട് ചെയ്യാൻ പാടില്ല, വൃക്ഷങ്ങൾ കട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, അവര് പ്രൊട്ടസ്റ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. തുടക്കത്തിൽ മരത്തെ കട്ട് ചെയ്യരുത്, വൃക്ഷങ്ങളെ വെട്ടരുത് എന്ന് പറഞ്ഞിട്ടാണ് അവർ പ്രൊട്ടസ്റ്റ് ആരംഭിച്ചതെങ്കിൽ പിന്നീട് അങ്ങോട്ട് പല ആവശ്യങ്ങൾ ആ വില്ലേജേഴ്സ് എന്ത് ചെയ്യാം, ഉന്നയിക്കാൻ തുടങ്ങി. അപ്പൊ എന്തൊക്കെ ആവശ്യങ്ങളായിരിക്കും, എന്തൊക്കെ ഡിമാൻഡ്സ് ആയിരുന്നു അവർ വെച്ചിട്ടുള്ളത് നമുക്ക് നോക്കിയാലോ.
ഇതുകൂടാതെ അവർ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനും അതേപോലെ തന്നെ എൻവയോൺമെന്റ് പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട് അവർ ഡിസ്കസ് ചെയ്തു. പിന്നെ അവർ ഗവൺമെന്റിനോട് ഡിമാൻഡ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് മക്കളെ, ഒരിക്കലും ഔട്ട്സൈഡേഴ്സിന് അവരുടെ ആ ഒരു ഫോറസ്റ്റിലെ അധികാരം കൊടുക്കരുത്. ഔട്ട്സൈഡേഴ്സിന് അവിടെ വന്ന് ഫോറസ്റ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള അവകാശം കൊടുക്കരുത്. അത്തരത്തിലുള്ള യാതൊരു കോൺട്രാക്റ്റും ഗവൺമെന്റ് അപ്രൂവ് ചെയ്യരുത്. കൂടാതെ ഈ ഫോറസ്റ്റിന്റെ കംപ്ലീറ്റ് കൺട്രോൾ ആർക്കായിരിക്കണം? ലോക്കൽ പീപ്പിളിനായിരിക്കണം. ആ ഫോറസ്റ്റിലെ നാച്ചുറൽ റിസോഴ്സസ് ആയ വാട്ടർ, അതേപോലെ തന്നെ സോയിൽ, ഫോറസ്റ്റ്, ഇതിന്റെ കംപ്ലീറ്റ് അധികാരം ആർക്കായിരിക്കണം? ലോക്കൽ പീപ്പിളിനായിരിക്കണം എന്നും അവർ ഡിമാൻഡ് ചെയ്തു. അതേപോലെ ഈ ഏരിയകളിലൊക്കെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. അത്രമാത്രം വികസനമൊന്നും വന്ന ഏരിയ അല്ല. സോ അവിടെ വികസനം ഉണ്ടാവാൻ വേണ്ടി അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഒരു പങ്കാളിത്തം അവരുടെ ഭാഗത്ത് നിന്ന് ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. അതായത് ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് ഓരോ പ്രൊഡക്റ്റിനൊക്കെ അതിന്റെ മാനുഫാക്ചറിങ്ങിന്റെ പ്രൈസ് ഒക്കെ കുറച്ചിട്ട് ഈ ഒരു ഏരിയയിൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ആര് ചെയ്യണം? ഗവൺമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിന്റെ അവസാനം ഗവൺമെന്റ് എന്ത് ചെയ്യുക? ഈ മൂവ്മെന്റിന് മുമ്പിൽ സറണ്ടർ ആവുകയും അടുത്ത 15 വർഷത്തേക്ക് യാതൊരു തരത്തിലുള്ള മരങ്ങളും കാര്യങ്ങളും അവിടുന്ന് ഹിമാലയൻ റീജിയൻസ് നിന്ന് കട്ട് ചെയ്യരുതെന്ന് ഗവൺമെന്റ് ഓർഡർ വരികയാണ് ചെയ്തത്. ഈ ഒരു മൂവ്മെന്റ് അവർ കംപ്ലീറ്റ് നടത്തിയത് നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും മക്കളെ. ഒരാളെ ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ അടിപിടി അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ഒരു ഗാന്ധിയൻ ഫോം ഓഫ് സത്യാഗ്രഹം, ഒരു ഗാന്ധിയൻ സത്യാഗ്രഹം ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തത്? ത്രൂ ഔട്ട് ഈ ഒരു മൂവ്മെന്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. തുടക്കത്തിൽ ചെറിയ രീതിയിൽ ആരംഭിച്ച ഈ ഒരു മൂവ്മെന്റ് രാജ്യമൊന്നാകെ, രാജ്യത്തിനുള്ളിലായാലും പുറത്തായാലും വേൾഡ് വൈഡ് എന്ത് ചെയ്തു? ഒരു റീച്ച് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും, ഇന്ത്യയുടെ അകത്തും പുറത്തും പല സ്ഥലങ്ങളിലുള്ള പോപ്പുലർ മൂവ്മെന്റിന് ഒരു ഇൻസ്പിറേഷനായി മാറാൻ വേണ്ടിയിട്ട് ചിപ്കോ മൂവ്മെന്റിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചിപ്കോ മൂവ്മെന്റ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ പഠിക്കണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? തുടർച്ചയായിട്ട് നമ്മുടെ ലൈവും കാര്യങ്ങളൊക്കെ കാണണം. എന്നാലേ നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം ദിവസങ്ങൾ വളരെ കുറവാണ്, വിരലിൽ എണ്ണാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ. 10 കഴിഞ്ഞിട്ട് ഇനിയും എണ്ണാമല്ലോ എന്ന് ആലോചിക്കും. 10നെക്കാളും കുറഞ്ഞ ദിവസങ്ങൾ വരും. അപ്പം പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു സെക്ഷനിൽ നമ്മൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള കോണ്ടന്റ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ലവ് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us, dears.